അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസേർഷൻ സോർട്ട് ആണ്. ഇൻസേർഷൻ സോർട്ടിൽ ഇവിടെ നമുക്ക് എലമെന്റ്സ് തന്നിട്ടുണ്ട് 5763 2194 ആണ് എലമെന്റ്സ്. അത് 0 1 2 3 4 5 6 7 വരെയുള്ള ഒരു അറയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻസേർഷൻ സോർട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും സോർട്ടഡ് ആയിട്ടായിരിക്കും ഇമാജിൻ ചെയ്യുന്നത്. അപ്പൊ 5 ഇവിടെ സോർട്ടഡ് ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തു. അടുത്ത എലമെന്റ് നമ്മൾ എടുക്കും. അടുത്ത എലമെന്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതും 5 ആയിട്ട് കമ്പയർ ചെയ്യും. 5 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 7 വരുമ്പോൾ 5 തന്നെയാണ് ലെസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ കമ്പാരിസൺ നിൽക്കും. 7 ആ പൊസിഷൻ റീറ്റൈൻ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻസേർഷൻ സോർട്ടിൽ സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും 7 വരെ അപ്പൊ സോർട്ടഡ് ആണ്. നെക്സ്റ്റ് വി ടേക്ക് 6 എടുക്കുമ്പോഴത്തേക്കും നമ്മൾ 6ഉം 7ഉം ആയിട്ട് ആദ്യം കമ്പയർ ചെയ്യും. 6ഉം 7ഉം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർലി 6 7നെക്കാട്ടിലും ലെസർ ആയതുകൊണ്ട് 6ഉം 7ഉം ആയിട്ട് ആദ്യം സ്വാപ്പ് ചെയ്യും. നെക്സ്റ്റ് 6ഉം 5ഉം ആയിട്ട് കമ്പയർ ചെയ്യും. 6ഉം 5ഉം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സോർട്ടിങ്ങിന്റെ ആവശ്യമില്ല, അതായത് ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 7 വരെ ഇപ്പൊ സോർട്ടഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ 3 എടുക്കും. 3 എടുത്തു കഴിഞ്ഞാൽ ഇതേ പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് വരെ കമ്പയർ ചെയ്യും. അതായത് 3 ഫസ്റ്റ് 7 ആയിട്ട് കമ്പയർ ചെയ്യും. അത് 3 7 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 3 7ന്റെ പൊസിഷനിൽ വരും, 7 3യുടെ പൊസിഷനിലോട്ട് സ്വാപ്പ് ആകും. നെക്സ്റ്റ് 3ഉം 6ഉം ആയിട്ട് കമ്പയർ ചെയ്യും. സോ 3 6ന്റെ പൊസിഷനിലോട്ട് വരും, 6 3ന്റെ പൊസിഷനിലോട്ട് വരും. നെക്സ്റ്റ് 3ഉം 5ഉം ആയിട്ട് കമ്പയർ ചെയ്യും. സോ ആ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ 7 വരെ സോർട്ടഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ 2 എടുക്കുന്നു. 2 എടുത്തു കഴിഞ്ഞാൽ സിമിലർലി നമ്മൾ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഇവിടം വരെ വരും. കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും 2 ഇവിടം വരെ വരും. ബാക്കിയെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ആ പൊസിഷനിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ 7 വരെ നമ്മൾ സോർട്ടഡ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ടേക്ക് ഓൺ 1 7 ആയിട്ട് കമ്പയർ ചെയ്യും. 1 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7ഉം 1ഉം ആയിട്ട് സ്വാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് 1ഉം 6ഉം ആയിട്ട് കമ്പയർ ചെയ്യും, 6ഉം 1ഉം ആയിട്ട് സ്വാപ്പ് ചെയ്യും. 1ഉം 5ഉം അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ 2 വരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർലി 1 ആണ് ലോവസ്റ്റ് എലമെന്റ്. അപ്പൊ 1 ഇവിടെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരും. ബാക്കിയെല്ലാം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. One, 2, 3, 5, 6 and 7. സോ ഇനി സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് എടുക്കുകയാണ്. 9ഉം 7ഉം ആയിട്ട് കമ്പയർ ചെയ്യും. 9ഉം 7ഉം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 7 9നെക്കാളും ലെസ് ആയതുകൊണ്ട് സോർട്ടിംഗ് അവിടെ എൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് അപ്പൊ നമ്മൾ 9 വരെ അസ്യൂം ചെയ്തിരിക്കുകയാണ്, അത് സോർട്ടഡ് ആണ്. നെക്സ്റ്റ് അടുത്ത എലമെന്റ് എടുക്കും, 4 എടുക്കും. 4 എടുത്ത് 9 ആയിട്ട് കമ്പയർ ചെയ്യും. 4ഉം 9 ആകുമ്പോഴത്തേക്കും ക്ലിയർലി 4 ലെസ് ദാൻ 9, സോ ഇവിടെ സ്വാപ്പ് ആവും. 4 ലെസ് ദാൻ 7 ഇവിടെ സ്വാപ്പ് ആവും. അത് കഴിഞ്ഞ് 4 ലെസ് ദാൻ 6 ആ 6ന്റെ പൊസിഷനിൽ സ്വാപ്പ് ആവും. 4 ലെസ് ദാൻ 5ന്റെ പൊസിഷനിൽ സ്വാപ്പ് ആവും. സോ ആ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 2 3 4 5 6 7 8 till 9 വരെയുള്ള സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടും. മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും.